എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ് ജോബ് ഈ കറണ്ട് സെനാറിയോയിൽ ഹൈ ഇൻ ഡിമാൻഡ് എന്ന് പറയാനുള്ള റീസൺ? നമ്മളിപ്പോൾ 2026 കയറാണ്. അപ്പോഴും ഈ ഒരു അക്കൗണ്ടിങ് ജോബിന് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കരിയറിന് ഹൈ ഇൻ ഡിമാൻഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ അതുപോലെ തന്നെ MSMEകളുടെ ഒക്കെ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഹൈലി പ്രാക്ടിക്കൽ നോളജ് ഉള്ള, ഹൈ ക്വാളിഫിക്കേഷൻസ് ഉള്ള, ഹൈ സ്കിൽസ് ഉള്ള അക്കൗണ്ടന്റുമാരുടെ സാധ്യതകളും ഇതിനോടൊപ്പം തന്നെ ഗ്രോ ആവുന്നുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ്ലി നമുക്ക് പറയാനുള്ളത് ഇവർക്കുള്ള ഒരു വൈഡ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇവർക്ക് സിമ്പിളായിട്ട് ഒരു അക്കൗണ്ടന്റ് മാത്രമായിട്ടല്ല, ഒരു GST പ്രാക്ടീഷണർ ആയിട്ട്, അതുപോലെ തന്നെ ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ട്, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ അക്കൗണ്ട്സ് മാനേജർ ആയിട്ടൊക്കെ ഒരുപാട് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവർക്കുള്ളത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റലൈസേഷൻ ആണ്. ഇപ്പോൾ AI ഒക്കെ വന്നു കഴിഞ്ഞാലും ബേസിക് ആയിട്ടുള്ള എൻട്രീസ് മാത്രമേ AI ഓട്ടോമേഷനിലൂടെ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെയുള്ള ഈ ഡിസിഷൻ മേക്കിംഗ് അതുപോലെ തന്നെ അഡ്വൈസറി റോൾസ് ഒക്കെ ഒരു അക്കൗണ്ടന്റിന് മാത്രം ഉള്ള സാധ്യതകളാണ്, ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഒരു 2026 ആയാലും അക്കൗണ്ടന്റുമാർക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സാധ്യതകൾ ഉണ്ടാവാനുള്ള റീസൺ.